അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാനിൻ്റെ പകുതി കഴിയുമ്പോൾ അവസാനത്തെ പകുതിയായാൽ വിത്തറിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. അത് അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. റമദാൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വിത്രിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താണ്. പള്ളികളിലൊക്കെയും ജമാഅത്തായി തന്നെ നിസ്കരിക്കാറുമുണ്ട്. എന്നാൽ ആദ്യത്തെ പകുതി കഴിഞ്ഞാൽ റമദാൻ 15 കൂടി യാത്ര പോയി 16-ാമത്തെ രാത്രിയിലേക്ക് കടന്നാൽ 16-ാമത്തെ രാത്രി മുതൽ വിത്രിസ്കാരത്തിൻ്റെ അവസാനത്തെ റക്അത്തിലെ ഇഅ്തിദാലിൽ ഖുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. സാധാരണ സുബ്ഹി നിസ്കാരത്തിന് ഓതുന്ന ഖുനൂത്ത് പോലെ തന്നെ ഇവിടെയും ഖുനൂത്ത് സുന്നത്തുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ആരും മറന്നു പോകരുത്. അങ്ങനെ തന്നെ എല്ലാവരും ഖുനൂത്ത് ഓതുക. അള്ളാഹു തആല നമ്മുടെ ഇബാദത്തുകൾ നിസ്കാരങ്ങളൊക്കെയും അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൻ്റെ പകുതിയും നമ്മിന്ന് കഴിഞ്ഞു പോയി. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ല നല്ല ദിവസങ്ങൾ വളരെ പെട്ടെന്നാണ് കഴിയുന്നത്. റമദാൻ്റെ 15 ദിവസം കഴിഞ്ഞു പോയത് നമുക്കറിയുന്നില്ല. എത്ര പെട്ടെന്നാണ്. ഇനിയുള്ള 15 ദിവസം അഥവാ ഇനിയുള്ള ഈ റമദാൻ അവസാനത്തെ പകുതി എന്നുള്ളത് വളരെ ശ്രേഷ്ഠതയേറിയ ബഹുമാനമേറിയതാണ്. ഇത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഏതെല്ലാം നിലയ്ക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചു പൊളിക്കാനോ അല്ലെങ്കിൽ കറങ്ങി തീർക്കാനോ ഉള്ളതല്ല എന്നുള്ളത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം. ഇനി വരുന്ന ദിവസങ്ങളൊക്കെ വളരെ പുണ്യമുള്ളതാണ്. പ്രത്യേകിച്ചും ഇൻഷാ അല്ലാഹ് അവസാനത്തെ 10 കൂടി നമ്മിലേക്ക് കടന്നു വരാൻ എല്ലാ നിലക്കും അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് നാം ഇതുവരെ ചെയ്ത ഇബാദത്തിനേക്കാളും കൂടുതൽ ഇബാദത്ത് ചെയ്യണം. ഇതുവരെ ചെയ്ത സുന്നത്തായ അമലുകൾ അതിനേക്കാളും വർദ്ധിപ്പിക്കണം. ഖുർആൻ ഓത്തുകൾ അതൊന്നും കൂടി കൂട്ടണം. ഇങ്ങനെ ധാരാളം നന്മകൾ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഖൽബ് എങ്ങനെയെങ്കിലും ഒന്ന് ശുദ്ധിയാവും. ഖൽബ് നന്നായാൽ ശരീരം മുഴുവനും നന്നാവും. ഖൽബ് മോശമായി പോയാൽ ശരീരം മുഴുവനും മോശമായി പോകും. അതിന് വേണ്ടി ഖൽബ് നല്ല നിലക്ക് അതൊന്ന് ക്ലിയർ ചെയ്യുക, അതിനെ ശുദ്ധിയാക്കുക. അതിനെന്ത് വേണം? എല്ലാ വേണ്ടാത്ത വികാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. വേണ്ടാത്ത വാക്കുകൾ നമുക്ക് ആവശ്യമില്ലാത്തതിലേക്ക് നാം കൈയിടരുത്. ആവശ്യമുള്ളത് അത് വേണമെങ്കിലും ആവശ്യമുള്ളത് തന്നെ നമുക്കതിലെന്തെങ്കിലും ഒരു ഉപകാരമുണ്ടെങ്കിൽ മാത്രം അത് ചിന്തിക്കുക എന്നല്ലാതെ എങ്ങനെയെങ്കിലും അന്യവൻ്റെ ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ് അതൊക്കെ ഒഴിവാക്കി എൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുക. നമ്മുടെ ശരീരം നോക്കി അതിലുള്ള വീഴ്ചകളും പോരായ്മകളും കണ്ടെത്തുക. എന്നിട്ട് അതിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇനി വരുന്ന കുറഞ്ഞ ദിവസങ്ങളുള്ള ഈ റമദാൻ്റെ അവസാനത്തെ 10 അവസാനത്തെ പകുതി എന്നുള്ളത്. ഇൻഷാ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വിത്രിസ്കാരം നിസ്കരിച്ചാൽ നിസ്കാരത്തിന് ശേഷം ദുആക്ക് ഇജാബത്തുണ്ട്. തറാവീഹ് നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. ആ സമയത്തൊക്കെ ധാരാളം ദുആ ചെയ്യണം. പ്രശ്നങ്ങൾ ധാരാളം ആളുകൾ പറയുന്നുണ്ട്. പല നിലക്കും ദുആ കൊണ്ട് ഉസീത്ത് ചെയ്യുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. പല ആളുകളെയും കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുകയാണ്. അതുകൊണ്ട് വളരെ നല്ല നിലക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഞാനും ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എനിക്കും വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.